നമസ്കാരം. നമ്മുടെ ഈ ചെറിയ ആരംഭത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി നമുക്കൊരവസരം നൽകിയ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയോടും ഇതിൻ്റെ ക്ഷേത്ര ഭാരവാഹികളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ വിദ്യാലയത്തെക്കുറിച്ച് അറിയുന്നവർ എത്ര പേരുണ്ടോന്ന് കൈ ഉയർത്തിയിട്ട്, ഈ നമ്മുടെ വിശ്വവിദ്യാലയത്തിനെ കുറിച്ച് അറിയുന്നവർ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് നമ്മളതിനെക്കുറിച്ച് 2 ശബ്ദം പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ സ്ഥാപനത്തിനെക്കുറിച്ച് കുറച്ച് 2 വാക്ക് പറയാൻ വേണ്ടി. നമ്മുടെ വിശ്വവിദ്യാലയം പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയം ഇതൊരു ആത്മീയ സർവകലാശാലയാണ്. വാസ്തവത്തിൽ ആധ്യാത്മിക മൂല്യവും മൗല്യസംബന്ധമായ ശിക്ഷണം നൽകുന്ന പ്രഥമ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഈ ഈശ്വര. ഫസ്റ്റ് ഏറ്റവും ആദ്യം ഈ മൂല്യാധിഷ്ഠ വിദ്യാഭ്യാസം നൽകിയ ഒരു സർവകലാശാലയാണ് നമ്മുടെ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം. ഇതിൻ്റെ ആസ്ഥാനം രാജസ്ഥാനിലെ മൗണ്ട് അബു ആണ്. ഇപ്പോൾ നമ്മൾക്ക് ലോകത്തിൽ ആകമാനം 10,000-ലധികം ശാഖകൾ 140 രാജ്യങ്ങളിലായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ വിദ്യാലയത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വാസ്തവത്തിൽ നമ്മുടെ ഈ പ്രസ്ഥാനം എപ്പോഴാണ് ഉടലെടുത്തതെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ ഇത്രയും പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ 100 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ലോകത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്. സയൻസ് എത്രമാത്രം പുരോഗമിച്ചു. പക്ഷേ എങ്കിലും മനുഷ്യർ വളരെയധികം സങ്കീർണമായ പ്രശ്നങ്ങളെ നടുവിൽ ഏത് വഴിക്ക് തിരിയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് ബ്രഹ്മകുമാരീസ് യഥാർത്ഥ പ്രതിവിധിക്കായി, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പ്രതിവിധിക്കായി നമ്മുടെ ആത്മീയ ജ്ഞാനത്തിൻ്റെയും രാജയോഗ ധ്യാനത്തിൻ്റെയും ഒരു മാർഗദർശനം നൽകുന്നത്. അത്രയും ഒരു വിശിഷ്ട സമയത്താണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഉടലെടുത്തത്. ഇപ്പം നോക്കിയാൽ നമ്മൾക്കറിയാം, എല്ലാവരും ചോദിക്കും നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്. സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം, അതായത് നമ്മുടെ മനുഷ്യ മനസ്സുകളുടെ പരിവർത്തനം. നമ്മുടെ മനുഷ്യരുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന എന്തൊക്കെയാണ് അഴുക്കുകൾ, അജ്ഞത, ദുശ്ശീലങ്ങൾ, ദുസ്വഭാവങ്ങൾ, മനോവിഷമം, ദുഃഖം, അശാന്തി, ഭയം, മാനസിക സംഘർഷങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇതിനെ നമ്മൾ പോസിറ്റീവ് ചിന്തയിലൂടെ അതിനെ നമ്മൾ ഇല്ലാതാക്കി നമ്മളതിനെ മാറ്റി നിർത്തിയാണ് മനഃശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതാണ് മനസ്സിൻ്റെ പരിവർത്തനമാണ് ഏറ്റവും പ്രധാനം. ഇത് ജാതി മത സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും അഭ്യസിക്കാവുന്ന ഒരു ലളിതമായ ധ്യാനമാണ് ഈ രാജയോഗ ധ്യാനം. അപ്പം എല്ലാവരും കേൾക്കും യോഗം എന്ന് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്, ഇതെന്തോ ഒരു കഠിന യോഗമാണ്. പക്ഷെ വളരെ ലളിതമാണ്. നമ്മൾ കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഇപ്പം അമ്മമാരായിക്കോട്ടെ, നമ്മുടെ സഹോദരന്മാരായിക്കോട്ടെ, എല്ലാവരും ജീവിതത്തിൽ തിരക്ക് പിടിച്ചിട്ടാണ് ഓടുന്നത്. പക്ഷെ നമ്മൾക്ക് വേണ്ടി 1 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനഃശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വളരെ അർത്ഥവത്തായി നിറവേറ്റണമെങ്കിൽ നമ്മുടെ മനസ്സെന്തായിരിക്കണം? വളരെ ശാന്തവും ശ്രേഷ്ഠവുമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് എല്ലാ കർമ്മങ്ങളും നന്നായി. അമ്മമാർക്കാണ് ഇതെല്ലാം കുറേ കഷ്ടപ്പെടാൻ. തിരക്ക് പിടിച്ച് നമ്മൾ ജോലിക്ക് പോകേണ്ട തിരക്ക് വേറെയായിരിക്കും, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി എല്ലാം കൂടി. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മൾ വളരെ ശ്രേഷ്ഠവും ആയിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കണം. അതിലൂടെ നമ്മൾക്ക് നല്ല മനഃശക്തിയും കാര്യക്ഷമതയും ക്രിയാത്മകതയും നമ്മൾക്ക് ശരിക്കും കൈവരിക്കാൻ സാധിക്കും ഈ രാജയോഗ ധ്യാനത്തിലൂടെ. അപ്പം നമ്മൾ ഈ യോഗം, ഞാനിപ്പോൾ രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഈ രാജയോഗം എന്ന് പല പേരുകളും കേട്ടിട്ടുണ്ട് എല്ലാവരും.
നമ്മൾ വിവേകാനന്ദ സ്വാമിയുടെ രാജയോഗം, ഇങ്ങനെ കുറേ രാജയോഗം. പക്ഷേ രാജയോഗം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ യോഗത്തിൻ്റെ രാജാവാണ്. അതായത് അനേകം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന യോഗമാണ് രാജയോഗം. പിന്നെ നമ്മൾ ആത്മാവിനെ നിയന്ത്രിക്കുന്നതാണ്, അതുകൊണ്ടാണ് രാജാവ് എന്നുള്ള പേര് വന്നതാണ് രാജയോഗം. അപ്പം ഇതുവരെ നമ്മളെല്ലാവരും ഈശ്വര സ്നേഹികളുമാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും സുഖവും ശാന്തിയും വേണ്ടാന്നുണ്ടോ? ആർക്കാണ് സുഖവും ശാന്തിയും വേണ്ടാത്തവർ? എല്ലാവർക്കും ജീവിതത്തിൽ എന്താണ് വേണ്ടത്? സുഖവും ശാന്തിയും വേണം. ഇല്ല എന്ന് പറയുന്ന ആരുമില്ലല്ലോ. എനിക്ക് സുഖവും വേണ്ട ശാന്തിയും വേണ്ട ഉണ്ടോ ആരെങ്കിലും? അമ്മമാരാണല്ലോ ഉള്ളത്, പുരുഷന്മാർ കുറവാണെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് ജീവിതത്തിൽ സുഖവും വേണ്ട ശാന്തിയും വേണ്ട, എങ്ങനെയൊന്നും അങ്ങോട്ട് പോയാൽ മതി എന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും സുഖവും ശാന്തിയും തീർച്ചയായിട്ടും വേണം. പക്ഷെ നമ്മൾ യോഗം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കുന്നതാണ്, നമ്മൾ ഇതുവരെ കുറേ യോഗങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും പല യോഗങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾക്ക് പുതിയ അറിവുകളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. പുതിയ അറിവുകളാണ് ലഭിക്കുന്നത്. ചില യോഗത്തിൽ നമ്മൾക്ക് വെച്ചാൽ ഇവിടെ ഇപ്പം നമ്മുടെ വൃദ്ധന്മാർ, നമ്മുടെ വയസ്സുള്ളവർ പറയും, ഈ യോഗമൊന്നും നമുക്ക് പറ്റുമോ, നമ്മുടെ കയ്യും കാലുകളും ഇതിന് വഴങ്ങുമോ എന്നുള്ളൊരു സംശയമാണ് എല്ലാവർക്കും. സാധാരണ യോഗം എന്നുള്ള വാക്കിട്ട് ഹഠയോഗം, അതാണ് ശാരീരിക ആസനങ്ങളും അല്ല, ശ്വാസക്രമങ്ങളും നമുക്ക് വേണ്ട. ഇതൊന്നും ചെയ്യാതെ വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു യോഗമാണ് രാജയോഗം. അതേപോലെ നമ്മുടെ യുവാക്കൾ വിചാരിക്കും, ഇത് നമ്മുടെ ജീവിതം സന്യസിക്കാനാണോ ഇവർ വിചാരിക്കുന്നത്? നമ്മുടെ ജീവിതം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി എത്ര നമുക്ക് ജീവിതം കാണാനുണ്ട്? ഈ യോഗം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് പോയാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവോ? പക്ഷെ ഈ രണ്ട് കാര്യത്തൊന്നും വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ വീട് വിട്ടുപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇരുന്നും കൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതം വളരെ ശ്രേഷ്ഠമാക്കുക, അതാണ് ഈ രാജയോഗം. സന്യാസിമാർ വീട് ഉപേക്ഷിച്ചല്ലേ പോകുന്നത്, പക്ഷെ നമുക്ക് വീട്ടിലിരുന്നും കൊണ്ട് ചെയ്യാവുന്ന ഒരു യോഗമാണ് രാജയോഗം. ഈ രാജയോഗത്തെ യോഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കൂടിച്ചേർക്കൽ, സംബന്ധം, കണക്ഷൻ. അതിന് നമ്മൾ എല്ലാവരുടെ ഒരു പരാതിയാണ്. സാധാരണ പറയാം, അമ്പലങ്ങളിൽ പോയാലും എവിടെ പോയാലും മനസ്സ് ഏകാഗ്രമാകുന്നില്ല. ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന സമയത്തും ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ച പിന്നെ അവർക്ക് എവിടെയോ ആണ് ചിന്ത പോകുന്നത്. പക്ഷെ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിര പോലെയാണ്, എവിടെയും ഉറച്ചു നിൽക്കുന്നില്ല. ഇതിനെന്താണ് കാരണം? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് 3 കാരണങ്ങളാണുള്ളത്. നമ്മുടെ മനസ്സ് ഏകാഗ്രമാകത്തിന് 3 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണമാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ആരാണെന്നുള്ളത് കാര്യം നമ്മൾക്കറിയില്ല. രണ്ടാമത് യഥാർത്ഥ ഈശ്വരന്റെ പരിചയമില്ല നമ്മൾക്ക്. ഭഗവാൻ ആരാണെന്ന് നമ്മൾക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ അനേക ജന്മങ്ങളുടെ അശുദ്ധ അഹങ്കാരം. നമ്മൾ കുറേ ജന്മങ്ങൾ എടുത്തെടുത്തിട്ടാണ് വന്നിട്ടുള്ളത്, അവിടുത്തെ അശുദ്ധ അഹങ്കാരം. ഈ 3 കാരണങ്ങളെയും നിവാരണമാണ് നമ്മൾക്കിവിടെ നമ്മുടെ ഈ വിശ്വവിദ്യാലയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആദ്യം നമ്മൾക്കറിയണം നമ്മുടെ ഐഡന്റിറ്റി, ഞാൻ ആരാണ്. സാധാരണ നമ്മളൊരു ബയോഡേറ്റ ഫില്ലപ്പ് ചെയ്യുമ്പോൾ എന്താ ചോദിക്കൽ? ആദ്യം യുവർ നെയിം, ഫസ്റ്റ് യുവർ നെയിം, സെക്കൻഡ് യുവർ ഫാദേഴ്സ് നെയിം, അച്ഛൻ്റെ പേരെന്താണെന്ന്, മൂന്നാമത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മെഡിറ്റേഷൻ, ഈ രാജയോഗം ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമ്മുടെ ഐഡന്റിറ്റിയാണ് ആദ്യം സാധാരണ നമ്മൾ ആരോട് ചോദിച്ചാൽ എന്താ പറയാ? അവരുടെ പേര്, എൻ്റെ ജോലി ഇതാണ്, ഞാൻ ഇത്ര വരെ പഠിച്ചിട്ടുള്ളൂ, ഞാൻ ഇന്ന ഫാമിലിയിലാണ്, ഇതൊക്കെയാണ് പറയുക നമ്മൾ ചോദിച്ചാൽ. വാസ്തവത്തിൽ ഇത് യഥാർത്ഥ പരിചയം തന്നെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ജനിക്കുമ്പോൾ പേരുണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്, ഇപ്പോൾ 28-ാം പിറന്നാളാണ് വരുന്നത്, അന്നാണ് കുട്ടിക്ക് പേര്. അന്നൊരു വലിയ അതുവരെ കുട്ടിക്ക് പേരുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് പേരുണ്ടായിട്ടുണ്ടോ? കുറച്ച് ദിവസം. അപ്പൊ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ പറയുന്നതൊന്നും നമ്മുടെ ഓൺലി ഫിസിക്കൽ ഇൻട്രൊഡക്ഷൻ, നമ്മുടെ ശാരീരിക പരിചയം മാത്രമേ ആയിട്ടുള്ളൂ. വാസ്തവത്തിൽ ഞാൻ ആരാണ്? ഈ ശരീരത്തെ നടത്തിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാണ്. പക്ഷെ ആ ശക്തി ഇന്ന് നമ്മൾക്ക് ഈ സ്ഥൂല കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ഒരു പ്രകാശ ബിന്ദുവാണ്.
നമ്മൾ പറയല്ലോ എന്താണ്, ഈ ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്. ഈ ശരീരം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ആ ബാറ്ററി കൊണ്ടാണ് ഇതെല്ലാം പറയില്ല, കറണ്ട്, ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. ഈ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ കറണ്ട് വേണം. പക്ഷെ അതിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പം ആത്മാവിന്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ലൈറ്റ്, ഒരു പ്രകാശ ബിന്ദുവാണ്, ഒരു എനർജിയാണ്. ഊർജം എന്ന് പറയല്ല, ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്ന ഒരു പ്രകാശ ബിന്ദുവാണ്. അതിസൂക്ഷ്മമാണ്. ഇത് ഗീതയിലുള്ളത് തന്നെയാണ്, ഗീതാജ്ഞാനം തന്നെ, സത്യഗീതാജ്ഞാനമാണ് ഇത്. പക്ഷെ ഇത് നമുക്ക് ശ്ലോകങ്ങളില്ലാതെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ ഈ ആറ്റം, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ നമ്മൾ പഠിച്ചിട്ട് അതിനേക്കാളും സൂക്ഷ്മമാണ് നമ്മുടെ ആത്മാവ്. ഈ സ്ഥൂല കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആരെ കണ്ടാലും എന്താണ്? ഇവരും ഒരു ആത്മാവ്. അതാണ് നമ്മുടെ ഈ പൊട്ടുവെക്കുന്ന സ്ഥാനമുണ്ട്, നമ്മുടെ ആത്മാവിന്റെ സ്ഥാനമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആത്മസാക്ഷിയായിട്ടാണ് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാം ആത്മാവിന്റെ സ്ഥാനമാണ് ഈ ഭ്രൂമധ്യം. രണ്ട് പുരികത്തിന്റെയും മധ്യത്തിലായിട്ടാണ് നമ്മുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു ആത്മാവെന്ന് പറയുമ്പോൾ തന്നെ എന്ത് വേണം നമ്മൾക്ക് ഓർമ്മ? എൻ്റെ ഭ്രൂമധ്യത്തിൽ ഒരു ആത്മജ്യോതി പ്രകാശിക്കാണ്. പക്ഷെ ഈ കണ്ണുകൊണ്ട് നമ്മൾക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ആറ്റം കാണാൻ പറ്റില്ലല്ലോ, നമ്മൾ സ്ഥൂല കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ആത്മാവിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ശരിക്കും നമ്മുടെ ആത്മാവിന്റെ സ്ഥാനം. അപ്പം നമ്മൾക്ക് ആത്മാവിന്റെ രൂപവും മനസ്സിലാക്കി, ആത്മാവിന്റെ സ്ഥാനവും മനസ്സിലാക്കി. ഞാൻ ഒരു ആത്മാവ്, ഐ ആം എ സോൾ. സെൽഫ് എന്ന് പറയുന്നത് സ്പിരിച്വൽ എനർജി ഇൻ ലൈറ്റ് ഫോം, പ്രകാശ രൂപത്തിലുള്ള ഒരു ആധ്യാത്മിക ശക്തിയാണ് ഞാൻ, ഒരു പവറാണ് ഞാൻ. ഇനി ആത്മാവിന് നമ്മൾ വെള്ളപ്രകാശം എന്നറിയാം എല്ലാവർക്കും, ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്ന ഒരു പ്രകാശ ബിന്ദുവാണ്. അതിൽ നമ്മൾക്ക് എന്താണ്? 7 ക്വാളിറ്റീസ് ഉണ്ട്, 7 ഗുണങ്ങളുണ്ട്. വെള്ളപ്രകാശത്തിൽ 7 കളേഴ്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്തെല്ലാം കളർ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ 7 കളർ എല്ലാവർക്കും അറിയാം. അതേപോലെ നമ്മുടെ ആത്മാവിലും 7 ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഗുണമാണ് നമ്മൾക്ക് കിട്ടിയത് എന്താണ്? നോളേജ്, അറിവ്. നമ്മൾക്ക് ഇന്ന് ഒരു ഡ്രോപ്പാണ് കിട്ടിയത്. എന്താണ്? ഒരു തുള്ളി നോളേജാണ് കിട്ടിയത്. ഞാനൊരു ആത്മാവാകുന്നുണ്ട്. ഞാനൊരു ആത്മാവെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഓർമ്മ വന്നു എന്താണ്? എൻ്റെ ഭ്രൂമധ്യത്തിൽ ഒരു ആത്മജ്യോതി പ്രകാശം. ഇതാണ് വാസ്തവത്തിൽ ഞാൻ. ഈ ശരീരത്തെ നടത്തിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാണ് ഞാൻ. അപ്പൊ നമ്മൾക്ക് ആത്മാവിന്റെ രൂപവും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട്, അതാണ് ഇവിടുത്തെ വ്യത്യാസം. നമ്മൾ അറിവുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പകർത്താം. നമ്മളിപ്പോൾ സാധാരണ കുറേ ശ്ലോകങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ഗീത മുഴുവനും ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും നമുക്ക് ഏത് സമയത്ത് അതെങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കാം, അതാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ ഈ രാജയോഗം എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് എല്ലാവർക്കും അറിവുകൾ ധാരാളം ഉണ്ട്, എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പറയല്ലോ, സമയത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നമ്മൾക്ക് ആ സമയം വരുമ്പോൾ ആ ബുദ്ധി വരുന്നില്ല. അങ്ങനെയാണ് സാധാരണ പറയാറല്ല, ബുദ്ധിക്ക് എന്തോ ഒരു മാന്ദ്യം, ആ സമയത്ത് തോന്നേണ്ടത് തോന്നുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എല്ലാം ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആത്മാവിന്റെ സ്ഥാനം മനസ്സിലാക്കി. ആത്മാവിന്റെ 7 ഗുണങ്ങളാണ്. ആദ്യം നോളജ്, അറിവ്. അപ്പൊ അറിവിന്റെ ആധാരത്തിൽ നമുക്ക് എന്ത് കിട്ടി? ഞാൻ ഒരു ആത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എൻ്റെ സഹോദരാത്മാക്കളാണ്. പ്യൂരിറ്റി, പവിത്രത വന്നു. എല്ലാവരും കാണുമ്പോൾ ഇവരും ഒരു ആത്മാവാണ്, ഇവരും ഒരു ആത്മാവാണ്. എല്ലാവരുടെയും ഭ്രൂമധ്യത്തിൽ ഒരു ആത്മജ്യോതി പ്രകാശിക്കണം. അപ്പൊ ആരെ കണ്ടാലും, സ്ത്രീയായാലും പുരുഷനായാലും എല്ലാവരും ആരാണ്? ആത്മാക്കൾ. എല്ലാവരുടെയും ഭ്രൂമധ്യത്തിൽ ഒരു ആത്മജ്യോതി പ്രകാശിക്കണം. അപ്പൊ പ്യൂരിറ്റി വന്നു, പവിത്രത. അപ്പോഴെന്തായി? ആത്മാവിന്റെ യഥാർത്ഥ ധർമ്മമാണ് ശാന്തി. അപ്പം നോളജുമായി, അറിവുമായി, ജ്ഞാനമായി, പവിത്രതയായി, ശാന്തിയായി. അപ്പൊ ഈ ശാന്തിയും ഉണ്ട്, പവിത്രതയാകുമ്പോഴെന്താണ് നമ്മൾക്ക് എല്ലാവരോടും എന്താണ് ഉണ്ടാവുക? സ്നേഹഭാവം. നമ്മൾക്ക് ആരോടും വെറുപ്പില്ല, എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. നമ്മുടെ ദൃഷ്ടിയിൽ മാറ്റം വന്നു.
ഇവരും എൻ്റെ സഹോദരനാണ്, ഇവരും എൻ്റെ സഹോദരനാണ്. അപ്പം സ്നേഹം, അവിടെ സ്നേഹം വന്നു. സ്നേഹം ഉണ്ടാകുമ്പോൾ എന്തായി? ഹാപ്പിനെസ്, വീട്ടിൽ സന്തോഷമായി. സ്നേഹത്തിൻ്റെ കുറവല്ലേ ദേഷ്യം വരുന്നത്? കാര്യം എന്താണ്? തമ്മിൽ സ്നേഹഭാവമില്ല. അപ്പോഴാണ് എന്താണ് ഇത് ദേഷ്യം. അതാണ്. പക്ഷെ നമുക്ക് സ്നേഹം വരെ ഹാപ്പിനെസ് വന്നു. ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും കൂടുതലാണ് പരമാനന്ദം, ബ്ലിസ്. അന്നേരം എന്തായി? നമ്മുടെ സോൾ ചാർജായി, പവർ, അതിൽ ശക്തി വന്നു. നമ്മുടെ സോൾ ചാർജ് ആവണമല്ലോ. അപ്പോൾ അവസാനമാണ് ശക്തി. അപ്പോൾ ഇത് ഓരോരോ ഗുണങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇന്റർ കണക്റ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം ബന്ധപ്പെട്ടിട്ടാണുള്ളത്. നമുക്കൊരു ഡ്രോപ്പ് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടാണുള്ളത്, ഡിസ്ചാർജ് ആയിപ്പോയി. നമ്മൾ റീചാർജ് ചെയ്തില്ല, ഡിസ്ചാർജ് ചെയ്തിട്ട് 0 വോൾട്ടേജ് പോലെയായി. വോൾട്ടേജ് കുറഞ്ഞു പോയി. വോൾട്ടേജ് കുറഞ്ഞാൽ എന്താണ്? ചെറിയ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ പറ്റുന്നില്ല. പറയല്ലേ, എന്താ അറിയില്ല, ശക്തിയില്ല, ധൈര്യം, വിൽ പവർ ഇല്ല, മനഃശക്തി ഇല്ല. അത് വീണ്ടെടുക്കാനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഗുണങ്ങളും ശക്തികളും വീണ്ടെടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെഡിറ്റേഷൻ. സാധാരണ ഡോക്ടേഴ്സും പറയുന്നുണ്ട്, ഇപ്പോഴെല്ലാം അധികം പറയുന്നത് മെഡിസിൻ മാത്രം പോരാ, മെഡിറ്റേഷനും കൂടി. ഇപ്പം അധികം ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. മരുന്ന് അവർ കൊടുക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും പോരാ, മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ്. ചില അത്രയും നമ്മുടെ മനസ്സിലാണ് എല്ലാറ്റിൻ്റെ ഉറവിടം. 85% നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നത്. ഓൺലി കുറച്ച് ശതമാനം മാത്രമാണ് ഈ ശാരീരിക അസുഖങ്ങൾ. എല്ലാം മനസ്സിലാണ് ഉത്ഭവിക്കുന്നത്. ചിലപ്പോൾ സാധാരണ കാണാം, ഒരാൾക്ക് ചെറിയൊരു തലവേദന വന്നാൽ മതി, തലവേദന മാറുന്നേ ഇല്ല, അവിടെ ടെൻഷൻ തുടങ്ങിയില്ലേ? എന്താ പറയുക, അയ്യോ എനിക്ക് തലവേദന പോകുന്നു, എന്താണെന്ന് അറിയില്ല, ബ്രെയിനിന് എന്തെങ്കിലും ആയോ? ഇത് നമ്മൾ ചിന്തിച്ച് തന്നെ എന്താവും? നമ്മുടെ അസുഖം നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയില്ല. ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ മതി, നമ്മൾ ആകെ വിഷമിച്ചു പോവാണ്. അധികം പേർക്കും തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ പകുതി അവർ തളർന്നിട്ടാണ് പോകുന്നത്. എന്താ അവിടെ പോയിട്ട് എന്നാലും അവർക്കൊരു വിശ്വാസം വരില്ല. എന്നാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എന്നാലും എന്തോ ഇനി എന്താണെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മനുഷ്യൻ്റെ നമ്മൾ കാണുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ. അപ്പം നമ്മൾ വിചാരിക്കും ഇവർക്ക് എവിടെയാണ് പരിചയം, പിന്നെ പുറത്ത് ആളുമായിട്ട് വരും. പക്ഷെ നമ്മൾക്കാണ് കൂടുതൽ പരിചയങ്ങൾ. എന്തുകൊണ്ട്? എല്ലാവരും നമ്മളടുത്തേക്കാണ് വിഷമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾക്കാണ് ഈ ആൾക്കാരുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്കാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും പറയുന്നതാണ്, പക്ഷെ കൂടുതൽ പരിചയം നമ്മൾക്കാണ്, ലോകത്തിലെ ജനങ്ങളെ കുറിച്ചുള്ള പരിചയം. ഇങ്ങനെയാണ് എല്ലാവരും വന്നിട്ട് അങ്ങനെയാണ് പറയുന്നത്, എന്താ ചെയ്യുക, എനിക്കിങ്ങനെയാണ്, എന്തായാലും എനിക്കറിയാം, പക്ഷെ എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല. ആ ഒരു ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ചില വീക്കായിപ്പോയി. ആ നഷ്ടപ്പെട്ടു പോയ ഗുണങ്ങളും ശക്തികളും നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യും, ഡിസ്ചാർജ് ആയിപ്പോയി. കാരണം എന്താണ്? ഈ ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. അത് എത്ര പ്രാവശ്യം കഴിക്കും എല്ലാവരും? അത് ചോദിക്കേണ്ട. 3 or 4 പ്രാവശ്യമായാലും 4 or 5 പ്രാവശ്യമായാലും തിരക്കിൽ എനിക്ക് ദാഹിക്കുന്നു, കൊണ്ടോ വെള്ളം, എന്തോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വേഗം കൊണ്ടോ വിശക്കുന്നു. പക്ഷെ ഈ ആത്മാവിന് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തോ? ഇത് കൊടുക്കാത്ത കാരണം എന്തായി? നമ്മുടെ ആത്മഫലം ഇങ്ങനെ ഡിസ്ചാർജ് ആയിപ്പോയി. പക്ഷെ ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണമാണ് നോളേജ് പ്ലസ് മെഡിറ്റേഷൻ. നമുക്ക് അറിവും വേണം, ആത്മീയ ജ്ഞാനവും വേണം, പിന്നീട് എന്തെങ്കിലും കൂടി വേണം, മെഡിറ്റേഷനും കൂടി. അല്ലാണ്ട് വെറുതെ ഈ നോളജ് മാത്രം പോരാ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് എന്തെങ്കിലും യോഗം മാത്രം കുറച്ച് ചെയ്തിട്ട് പോരാ, പറ്റില്ല. ചോറും കറിയും രണ്ടും വേണം. വെറും ചോറ് മാത്രം വാരി കഴിക്കുന്നതാണോ? ചില കുട്ടികൾ ചോറ് മാത്രം മതി പറഞ്ഞാൽ എന്താ? അമ്മ എന്ത് പറയും? ചോറ് മാത്രം കഴിച്ചൂടാ, കുറച്ച് കറിയും, എല്ലാ പച്ചക്കറി എന്നാലും മാത്രമേ വൈറ്റമിൻസ് കിട്ടുമെന്ന് പറയല്ല. ഇത് ചില കുട്ടികൾ എന്താണ്, മതി രണ്ടും വേണം. നമ്മൾ ജ്ഞാനം മാത്രം പോരാ, മെഡിറ്റേഷനും വേണം. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിനെ റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതാണ് നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന, നിരന്തരം പ്രാക്ടീസിലൂടെ മാത്രമേ നമ്മുടെ ആത്മാവിനെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ ആരാണെന്നുള്ള കാര്യം. അപ്പം യോഗ ചെയ്യാൻ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ അറിയുക. നമ്മൾക്ക് ആരോടാണ് ബന്ധപ്പെടേണ്ടത്, നമ്മൾക്കറിയില്ല ആരോടാണ് കണക്ഷൻ വെക്കേണ്ടത്. സുപ്രീം പവർ, എല്ലാറ്റിനും മുകളിൽ ഒരു ശക്തി ഉണ്ടെന്ന് പറയുമല്ലോ സാധാരണ.
ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ദൃഷ്ടി എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലോട്ടാണ് പോകുന്നത്. എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട്. അവരുടെ കണ്ണ് തെറ്റിക്കാൻ ആർക്കും സാധ്യമല്ല. സാധാരണ അങ്ങനെയാണ് പറയാറ്. അപ്പം നമ്മൾക്കറിയാം ഇവിടെയല്ല, എവിടെ മുകളിലൊരു ശക്തിയുണ്ട്. ഏതുപോലെ നമ്മൾ ആത്മാവും ഒരു പ്രകാശ ബിന്ദുവാണോ, അതേപോലെ നമ്മുടെ അച്ഛൻ പരമപിതാവ്, നമ്മുടെ എല്ലാം സുപ്രീം ഫാദർ, അവരും കൂടി എന്താണ്, ഒരു പ്രകാശ ബിന്ദുവാണ്. സൈസിൽ വ്യത്യാസമില്ല. കുട്ടി ഒരു ചെറിയ ബിന്ദു, അച്ഛനൊരു വലിയ ബിന്ദു അല്ല. രണ്ടുപേരും സൈസ് ഒന്നല്ല, പക്ഷെ പ്രകാശത്തിലും ശക്തിയിലും ഗുണങ്ങളിലും വളരെ വ്യത്യാസമുണ്ട്. നമ്മളൊരു മിന്നാമിനിങ്ങിന്റെ പ്രകാശമാണെങ്കിൽ ഭഗവാൻ സൂര്യന്റെ എത്ര പ്രകാശമാണ്. സൂര്യൻ എന്ന് പറയുമ്പം ചൂടല്ല, ശീതള ജ്യോതിയാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മളൊരു തുള്ളി വെള്ളമാണെങ്കിൽ ഭഗവാൻ സാഗരമാണ്, ഓഷ്യൻ, എല്ലാറ്റിൻ്റെയും സാഗരമാണ്. എത്ര എടുത്താലും തീരില്ല. അപ്പൊ എല്ലാറ്റിൻ്റെ മുകളിലുള്ള ഒരു ശക്തിയാണ് ആര്? ഭഗവാൻ. നമുക്ക് അവരോടാണ് നമുക്ക് കണക്ഷൻ വെക്കേണ്ടത്. നമ്മൾ ആരോടാണ് കണക്ഷൻ? ഇപ്പൊ ഏറ്റവും ശ്രേഷ്ഠ പ്രാപ്തി തരുന്നവരാണ് സാധാരണ. ഇപ്പൊ നമ്മൾ തുണി ഷോപ്പിൽ പോയാൽ തുണി കിട്ടും, മെഡിക്കൽ ഷോപ്പിൽ പോയാൽ മരുന്ന് കിട്ടും. പക്ഷേ ഭഗവാന്റെ അടുത്ത് പോയാൽ മാത്രമേ നമ്മൾക്ക് എന്ത് കിട്ടുള്ളൂ? ഈ ശക്തികളും ഗുണങ്ങളും എല്ലാം കിട്ടണമെങ്കിൽ അവിടത്തേക്ക് തന്നെ പോകണം. പക്ഷെ അവിടത്തേക്ക് പോകേണ്ട വഴി അറിയണമല്ലോ. വഴി ആരെങ്കിലും പോയി വന്നാലല്ലേ വഴി പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ആരെങ്കിലും പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവിടത്തേക്ക് പോകേണ്ട വഴി അതും ഭഗവാൻ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാൻ ആരാണ്? നമ്മുടെ ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു തരുന്ന ആരാണ്? ഈശ്വരൻ തന്നെയാണ്. പിന്നീട് കർമ്മത്തിന്റെ രഹസ്യം, നമ്മൾ എങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനം നമ്മുടെ കർമ്മ ശ്രേഷ്ഠ കർമ്മമായിരിക്കണം. ഇതിന് നമ്മൾ ശ്രദ്ധിക്കണം. കുറേ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വരനോടുള്ള ആ കണക്ഷൻ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. കാരണം മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. പറയല്ലോ, കാപട്യവും കപടതയും കൊണ്ട് നിറഞ്ഞ മനസ്സുകൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കുമോ? നമ്മൾ ബ്രഹ്മചാരി ആയിരിക്കാം, പക്ഷെ മനഃശുദ്ധി ഇല്ലെങ്കിൽ ഈശ്വരനോട് എടുക്കാൻ പറ്റൂല. അപ്പം നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ്? മനഃശുദ്ധിയാണ്. ഇത് നമ്മുടെ ആത്മാവിന് 3 ഘടകങ്ങളുണ്ട്: മനസ്സ്, ബുദ്ധി, സംസ്കാരം. മനസ്സിലാണ് നമുക്ക് തോട്ട്സ് വരുന്നത് അല്ലേ? രാവിലെ മുതൽ തുടങ്ങുമല്ലോ, എത്ര ചിന്തകൾ വരും ഒരു ദിവസം? എത്ര ചിന്തകൾ വരും? ചുരുങ്ങിയത് എത്ര ചിന്തകൾ? ഒരു 40,000 ചിന്തകൾ വരുന്ന ആവറേജ്. അത്രയും ചിന്തകൾ നമുക്ക് വരുവാണ്. നമ്മൾ അറിയില്ല. നമ്മൾ പറയും ചിന്തകൾ കാട് കയറി സമുദ്രത്തിലെ തിരമാലകളെ നമ്മൾ കണ്ണാൻ പറ്റുമോ? അതുപോലെ നമ്മുടെ മനസ്സിൽ തോട്ട്സ് എത്രയാ വരിക. പക്ഷെ മനസ്സിൽ ചിന്തകൾ വന്നാലും നമ്മുടെ ബുദ്ധി എന്ത് ചെയ്യും? അതിനെ നിർണയിക്കാനുള്ള ശക്തിയായിരിക്കണം. പറയാമല്ലോ, എവിടെയാ ബുദ്ധിയല്ല, എന്തെന്നൊന്ന് ആലോചിക്കണ്ടേ? സാധാരണ നമ്മൾ അങ്ങനെ പറയില്ലേ, മനസ്സിൽ പലതും തോന്നും, പക്ഷെ ബുദ്ധി വാണിങ് തരും, ഇത് ചെയ്യരുത്. ബുദ്ധിയാണ് നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ശരി ഏതാണ് തെറ്റ് ഏതാണെന്നുള്ള അറിവ് നൽകുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അപ്പൊ മനസ്സിൽ നമ്മള് കോലാഹലങ്ങളായിരിക്കും, എപ്പോഴും തിരമാലകൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിലാണ് നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന സ്ഥലം. മെമ്മറി ബാങ്കാണ് നമ്മുടെ ഉപബോധ മനസ്സ്. നമ്മൾ പറയല്ലോ, ഇതെല്ലാം ഇപ്പോഴും എന്തിനാപ്പോൾ ഓർമ്മ വന്നത്? പണ്ടേ എപ്പോഴും കഴിഞ്ഞ കാര്യമല്ലേ, ഇതെല്ലാം ഇപ്പോൾ ഓർമ്മിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ നമ്മൾ ആ ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അതെപ്പോഴാ പുറത്തേക്ക് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മനസ്സിൽ ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മുടെ ഓർമ്മകൾ. ബുദ്ധി എന്ത് ചെയ്യും? അങ്ങനെ തീരുമാനിക്കും. ജഡ്ജാണ് ബുദ്ധി. മനസ്സ് വക്കീലാണ്. എപ്പോഴും ക്രോസ് വിസ്താരമായിരിക്കും മനസ്സിൽ. നമ്മൾ പറയല്ലോ, നിങ്ങൾ എന്നോട് ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട, ഞാനൊരു സ്ഥലത്ത് കുറച്ച് കഴിയട്ടെ. ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇവിടെ മനസ്സ് ശാന്തമായിരിക്കും. മനസ്സ് കോലാഹലം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഒരു തീരുമാനം, ആ എടുത്ത തീരുമാനം തന്നെ ശരിയായിരിക്കൂല. അതാണ് നമ്മുടെ മനസ്സ് എപ്പോഴും കോലാഹലത്തിൽ, അത് വേണോ ഇത് വേണോ എന്നില്ല, ആ ഒരു കോലാഹലത്തിന്. അപ്പൊ ബുദ്ധി എന്ത് ചെയ്യും? മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ ബുദ്ധിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്താലാണ് അത് സംസ്കാരം. ഒരു ഉദാഹരണത്തിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ചിന്തകൾ വരാൻ തുടങ്ങും. പക്ഷെ ഈ ചിന്തകൾ എന്തുകൊണ്ടാണ് ഇത്ര വരുന്നതെന്ന് വെച്ചാൽ ഓരോ ദിവസത്തെയും കണക്ക് നമ്മൾ തീർക്കുന്നില്ല.
അക്കൗണ്ട്. ഇപ്പം ബിസിനസ്സുകാർ വരാത്ത കണക്ക് നോക്കിയല്ലോ, ലാഭനഷ്ടം, ഇന്ന് ഇത്ര ലാഭമുണ്ട്, ഇന്ന് നഷ്ടം. ഇത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ചിന്തയോടുകൂടിയാണ് കിടക്കുന്നത്. അന്ന് ആ അക്കൗണ്ട് ആർക്കും കൊടുത്തില്ല, സെറ്റിൽ ചെയ്തിട്ടില്ല, ഈശ്വരന് സമർപ്പിച്ചിട്ടില്ല. നമ്മൾ അന്നത്തെ ദിവസത്തെ കണക്കുകൾ എന്താണോ അത് ഈശ്വരന് നമ്മൾക്ക് ഇതൊന്നും നിനക്ക് എടുക്കാൻ പറ്റുന്നില്ലേ, നിങ്ങൾ തന്നെ എടുത്തോളൂ. ഭഗവാൻ നമ്മളത് അർപ്പിക്കുന്നുണ്ടോ? അത് ഈ കാരണത്താൽ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോഴോ ഇതേ ചിന്തകൾ കൊണ്ടാണ് നമ്മൾ എണീക്കുക. ഈ കഴിഞ്ഞ ഇങ്ങനെ കുറെ കൂടി വന്നാലോ അത് വലിയൊരു ടെൻഷനായിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മൾ ചിന്തകൾ ഇങ്ങനെ കൂടി വരുന്നത്. ചില ഓരോ ദിവസത്തെയും കണക്ക് നമ്മൾ അന്ന് തന്നെ ഈശ്വരനെ അർപ്പിക്കണം. നമ്മൾക്ക് ആവില്ല എടുക്കാൻ. പക്ഷെ നമ്മൾക്ക് എൻ്റെ സ്വന്തമായിട്ട് ഒരാളുണ്ടെന്ന് പറയുമ്പോഴോ എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, ഏത് ബന്ധവും നമുക്ക് ഈശ്വരനോട് വെക്കാം. അങ്ങനെയുള്ള അച്ഛന് നമ്മൾ സമർപ്പിച്ചാലോ, നമ്മൾ കുട്ടി എന്തായാലും ഫ്രീ ആയില്ലേ, എല്ലാം അച്ഛന് കൊടുത്തു, എനിക്കൊന്നും ചിന്തയില്ല. കുട്ടി പറയല്ല, അച്ഛൻ്റെ കൈയും പിടിച്ച് പോകുമ്പോൾ കുട്ടിക്ക് പേടിയേ ഇല്ല. എന്തുകൊണ്ട്? അച്ഛനുണ്ടല്ലോ കൂടെ. അതേപോലെ നമ്മളെല്ലാ കണക്കുകളും ആർക്ക് കൊടുക്കണം? അച്ഛന് നമ്മൾ സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പം പിറ്റേ ദിവസം നമ്മൾ ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും. അല്ലെങ്കിലോ ഈ ചിന്തകൾ തന്നെ നമ്മളെ കൂടി പിന്നെ അത് വലിയൊരു ഭാരമായിട്ട് പറയല്ല, ഭയങ്കര ടെൻഷൻ തന്നെ. എന്താ ടെൻഷൻ്റെ കാരണം? എന്താണ്? നമ്മൾ അതാത് ദിവസത്തെ കണക്കുകൾ നമ്മൾ സെറ്റിലാക്കിയിട്ടില്ല, അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്തിട്ടില്ല. ഇതാണ് കാരണം. അപ്പം നമ്മൾക്ക് ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് പുരോഗതി അല്ലാതെ ഒരിക്കലും നമുക്ക് നഷ്ടമുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ ഈശ്വരൻ ദിവസങ്ങളും നമുക്ക് ഓരോരോ തരം ഉപദേശങ്ങളാണ് നൽകുന്നത്. ആ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തുണ്ടാവുള്ളൂ? പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പം മനസ്സിൽ തോട്ട്സ് വന്നു. ഒരു ഉദാഹരണം പറയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തോന്നിയാണ് ഒന്ന് അമ്പലത്തിലേക്ക് പോകണമായിരുന്നു. ഒരു ചിന്ത വന്നു. ഉടനെ വേറൊരു ചിന്ത വരികയാണ്, ഇല്ല ഞാൻ അമ്പലത്തിലൊന്നും പോകുന്നില്ല, എനിക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. രണ്ടാമത്തെ ചിന്ത വന്നു. മൂന്നാമതൊരു ചിന്ത വരികയാണ്, എനിക്കൊരു സിനിമ കാണണമായിരുന്നു. നാലാമത് വേറൊരു ചിന്ത വരികയാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണമായിരുന്നു. അഞ്ചാമത് വേറൊരു ചിന്ത വരികയാണ്, എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോകണമാണ്. അപ്പം ഇങ്ങനെ ചിന്തകൾ മാറി വരും. അപ്പോൾ ബുദ്ധി എന്ത് ചെയ്യും? ഒരു തീരുമാനം എടുക്കും. എന്താണ്? ബുദ്ധിയിൽ ഒരു തീരുമാനം എടുത്തു. ഓരോരുത്തരും ഓരോരോ തീരുമാനമായിരിക്കും. നമ്മൾ ചന്ദ്രിക സിസ്റ്റർ എന്താ തീരുമാനം എടുത്തത്? അമ്പലത്തിലേക്ക് പോവാന്നല്ലേ? ഓരോരുത്തരും ഓരോന്നാണ് എടുക്കുക. അപ്പോൾ അമ്പലത്തിലേക്ക് പോയി നമ്മൾ തൊഴുതു, പ്രാർത്ഥിച്ചു. അത് നമ്മൾ ചെയ്ത കർമ്മം, അത് നമ്മുടെ സംസ്കാരമായിട്ട് നമ്മുടെ ആത്മാവ് റെക്കോർഡാകും. നല്ല കർമ്മമായാലും ശരി, ചീത്ത കർമ്മമായാലും ശരി, എല്ലാം നമ്മുടെ ആത്മാവിലാണ് റെക്കോർഡാകുന്നത്, ശരീരത്തിലല്ല. ശരീരത്തിലാണെങ്കിൽ നമുക്ക് ഇത്ര വിഷമമുണ്ടോ? ആത്മാവിലാണെല്ലാം റെക്കോർഡായിട്ടുള്ളത്. അപ്പം അതാണ് ഇങ്ങനെ ഇതുപോലെ കാണിച്ചത്. നമ്മുടെ ആത്മാവിലാണ് ഈ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, ശരീരം മാത്രമാണ് നശിക്കുന്നത്. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. നമ്മൾ കാണില്ല, ഗീതയിൽ കേട്ടില്ലല്ലോ, തീയിലിട്ടാലും ഭസ്മാവില്ല, വെള്ളത്തിലിട്ടാലും നനയില്ല, വെയിലും വാടില്ല. ആത്മാവിനെ ഒരിക്കലും നമ്മൾക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. ശരീരം ശ്മശാനത്തിന്റെ സ്വത്താണ്. ഇത് അത്രയും ഇതിന് വാല്യൂ ഇല്ല. ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിന് ഡോക്ടേഴ്സ് എന്താ പറയല്? ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറയും, നാളെ കൊണ്ടുപോയി. മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയല്? ഐഡന്റിറ്റി ഇല്ല. പിന്നീട് ഡെഡ് ബോഡി എടുത്തോളൂ, അത്രയേ ഉള്ളൂ. നമ്മൾക്ക് ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് യാതൊരു വാല്യൂ ഇല്ല. ഒന്നും നമ്മളറിയില്ല. പറയില്ല, സത്ത് പോയി എന്നാ പറയല്. സത്ത്, നമ്മുടെ സത്ത് ഏതാണ്? ഈ ആത്മ. സത്ത് പോയി, ചത്തുപോയി. ഈ സത്താണ് പോകുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക? മുറിച്ച കറിച്ച ഒന്നും അറിയില്ല. അതാണ് നമ്മൾ അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മാവിന് 3 ഘടകങ്ങളുണ്ട്: മനസ്സ്, ബുദ്ധി, സംസ്കാരം. ബുദ്ധിക്കാണ് എല്ലാം നമുക്ക് നിർണയിക്കുന്ന ശക്തി നമ്മുടെ ബുദ്ധിക്കാണ്. മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരും. പക്ഷെ അപ്പം പറയല്ലോ, അതാണ് അപ്പോഴും പറയല്ലോ, എന്താ ബുദ്ധിയല്ലോ എവിടെ പോയി പറയില്ല. പോയ ബുദ്ധി ആന വലിച്ചാലും വരൂല എന്ന് പറയില്ലേ? നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ
എന്താ അതിനെ കൊണ്ട് ഗുണമുള്ളത്? നമ്മൾ അതാണ് പറയുന്നത്, നമ്മൾ ചെയ്തു പോയതായല്ലോ, ഇത് നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ലല്ലോ. അതേപോലെ ഇപ്പം മനസ്സിൽ പലതും തോന്നിയാലും ബുദ്ധിയാണ് നമ്മൾക്ക് ശരിക്കുള്ള വാണിനെ തരിക. പക്ഷെ ബുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. അതനുസരിച്ച് കർമ്മം ചെയ്താലാണ് അതിനെ സംസ്കാരം എന്ന് പറയും. നമ്മൾ എല്ലാ ആത്മാവിലാണ് സംസ്കാരം. ശരീരം നശിച്ചു പോയല്ലോ. ഇപ്പൊ നമ്മൾ ഒരു ജന്മം കഴിഞ്ഞ് വേറൊരു ജന്മത്തിലേക്ക് പോകുമ്പോഴും ഈ സംസ്കാരവും കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പം നമ്മളെ ന്യൂട്ടന്റെ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടു എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു കർമ്മത്തിനും അതിന്റെ പ്രതിക്രിയ ഉണ്ടെന്നാ പറയുന്നത്. നമ്മളൊരു ബോൾ ചുമരിലേക്ക് എറിഞ്ഞാലോ അതേ ഫോഴ്സിലൂടെ നമുക്ക് തിരിച്ചു വരുമല്ലോ. അതേപോലെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. ഞാൻ ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? അവിടെ റെക്കോർഡായി, നമ്മൾ എന്തായാലും അനുഭവിച്ചേ പറ്റുള്ളൂ. അതാണ് നമ്മളതുകൊണ്ട് നമ്മൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് സംശയം തോന്നാം. എന്താ സംശയം തോന്നല്? ചുറ്റുപാടെല്ലാം നോക്കും, ഒന്നും നല്ലത് ചെയ്യുന്നേയില്ല. പക്ഷെ ദിവസം കഴിയും തോറും നന്നായിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ഒരു ഗുണവുമില്ല. അപ്പം നമ്മളെന്ത് വിചാരിക്കും? നമ്മൾ വിദ്യകളല്ലേ, അവർക്ക് ചെയ്യാനിട്ട് എന്താണ് ദോഷം, നമുക്ക് ചെയ്തിട്ട് എന്താണ് ഗുണമുള്ളത്? നമുക്ക് തോന്നാറില്ല. എല്ലാവർക്കും സംശയം തോന്നാറില്ലേ? അവരെന്തായിപ്പോൾ ഒന്നുമില്ല, എന്നും മോശമാണ് ചെയ്തത്, പക്ഷെ ദിവസം കഴിയുമ്പോഴും നന്നായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ചിന്തിച്ചിട്ടില്ല. ഏതോ ഒരു ജന്മത്തിൽ അവർ അറിഞ്ഞോ അറിയാതെയോ ഏതോ കർമ്മം, അവർ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവര് അനുഭവിക്കുന്നത്. ഏതോ ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തോ ഒരു തെറ്റ് കർമ്മം അവർ ചെയ്തു പോയിട്ട്. അപ്പം നമ്മൾ ചെയ്ത് തന്നെയാണ്, വേറെ ആരും കുറ്റം പറയാൻ പാടില്ല. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്, വേറെ ആരും ചെയ്തല്ല. നമ്മൾ വിചാരിക്കും എൻ്റെ മാതാപിതാക്കളെല്ലാം എന്തോ മോശം ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഫലമായിരിക്കും. പക്ഷെ നമ്മൾ അതിന് കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഷെയർ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതിന് മാത്രമേ നമ്മൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ഈ കർമ്മ രഹസ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അതിൽ വളരെ കർമ്മം നല്ല കർമ്മമായിരിക്കണം. എന്താണ് ഈ നല്ല കർമ്മം എന്ന് വെച്ചാൽ? എല്ലാവരും പറയും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്ന്. എന്താണ് നല്ല കർമ്മം എന്ന് വെച്ചാൽ? ശ്രേഷ്ഠ കർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ജീവിതത്തിൽ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറയും. എന്തായിരിക്കും? നമ്മളിപ്പം മറ്റുള്ളവർക്ക് അവരെന്തോ ഉപകാരം ചെയ്തു, അതിന് പകരം നമ്മൾ കൊടുത്തു. ഇത് ശ്രേഷ്ഠ കർമ്മമായോ? ഇല്ല. അവരെന്തോ നമ്മുടെ വിഷമത്തിൽ അവർ സഹായിച്ചു, നമ്മൾ അങ്ങോട്ട് സഹായിച്ചു, അത്രയേ ഉള്ളൂ. അവരെത്രേ തന്നത് അതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ഇത് ഇത് കല്യാണത്തിന് കൊടുക്കണ പോലെയല്ല. കല്യാണത്തിന് കൊടുക്കുമ്പോൾ പറയുമല്ലോ അവര് എത്രയാ തന്നിട്ടുള്ളത് അത് എഴുതി വെച്ചു ശരിക്ക്. നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോഴും അത്രയൊന്നും വേണമല്ല, പക്ഷെ അതിനേക്കാളും കുറച്ചെങ്കിലും കൂട്ടിയിട്ടായിക്കോട്ടെ എന്നാലും. അപ്പൊ അതുപോലെ കർമ്മത്തിൽ പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് ശ്രേഷ്ഠ കർമ്മമല്ല. നമ്മൾ നിസ്വാർത്ഥമായിട്ട് അവരൊന്നും ചെയ്തില്ലെങ്കിലും കൂടി നമ്മൾ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക, അതാണ് നിസ്വാർത്ഥ കർമ്മമാണ് ശരിക്കും ശ്രേഷ്ഠ കർമ്മം. അല്ലാണ്ട് നമ്മൾ അവരത് ചെയ്തു നമ്മൾ അതിന് പകരം ചെയ്താൽ അത് ശ്രേഷ്ഠ കർമ്മമായിട്ടില്ല. അതാണ് പരോപകാരം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നമ്മൾ എന്തോ മനസ്സിൽ എന്തോ അവരതെനിക്ക് ചെയ്യുമായിരിക്കും എന്നുള്ള ഒരു ഫലം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താലോ അതും ശ്രേഷ്ഠ കർമ്മമല്ല. കർമ്മത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ നിസ്വാർത്ഥമായിട്ട് അവർ ചെയ്താലും ശരി, ഞാൻ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യണം. അതാണ് നമ്മളെപ്പോഴും ഈ കർമ്മത്തിൽ നമുക്ക് അതിലാണ് നമുക്ക് ശ്രേഷ്ഠ കർമ്മത്തിൽ പറയല്ലോ, ഗീതയിലും പറയുന്നതാണ് കർമ്മം വളരെ നന്നായിരിക്കണം. നമ്മുടെ ശ്രേഷ്ഠ കർമ്മം അത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം? ഇത് ഈശ്വരന്റെ സേവ എന്നാണ് വിചാരിക്കേണ്ടത്. കർമ്മം ചെയ്യുമ്പോഴും നമ്മളൊരു വലിയ ഭാരമായിട്ട് എടുക്കാൻ പാടില്ല. രാവിലെ മുതൽ പ്രത്യേകിച്ച് അമ്മമാരാണ് രാവിലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേ തുടങ്ങും, ഇതെല്ലാ ദിവസം ഇതന്നെ, എനിക്കിതന്നെ ജോലി, ഇത് ഒന്നും നിൽക്കുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്
ജോലി ചെയ്തത്. പക്ഷെ ഇത് ശരിക്കുള്ള കർമ്മമായോ, നല്ല കർമ്മ, ആ ഭക്ഷണം കഴിക്കുന്നവർക്കൊരു സന്തോഷം ഉണ്ടാവുമോ? നമ്മുടെ മനസ്സിൻ്റെ എപ്രകാരം അന്നം അപ്രകാരം മനസ്സിൻ്റെ പ്രഭാവം ആ അന്നത്തിലുണ്ടാകും. നമ്മൾ ആ ചിന്തയിലൂടെയാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് നമ്മളെ സന്തോഷത്തോടു കൂടിയും അവർക്കും നന്മ വരട്ടെ, നല്ലതാവട്ടെ, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നാവട്ടെ എന്നല്ലേ ആ ചിന്ത. ഇതിലേക്കാണിത് കൂടുതൽ ഈ നോളജിൻ്റെ. അവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരി എടുക്കുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഭഗവത് നമ്മുടേതല്ല, ഈശ്വരൻ്റെതാണിത്. ആ ഭഗവാന്റെ ഭണ്ഡാരത്തിൽ നിന്നാണ് നമ്മൾ അരി എടുക്കേണ്ടത്. പിന്നെ നമ്മൾ വെള്ളം വെക്കുമ്പോഴും എല്ലാം ഈശ്വരൻ്റെ റേസാണ്, കിരണങ്ങളാണ്, ഇതിൽ ശക്തിയാണ് ഇതിൽ വീഴുന്നത്. അപ്പോൾ ആ ഭക്ഷണത്തിൽ തന്നെ എന്തായി പ്രസാദമായിട്ട് മാറി. നമ്മൾ ആ മനസ്സിൻ്റെ ഇതാണ് അതിലേക്ക് വരുന്നത്. നമ്മൾ ആ ഭഗവാന്റെ ഓർമ്മയിലൂടെ ആ ഭക്ഷണം ഇടയ്ക്ക് കഴിക്കുന്നവർക്കും അതിൻ്റെ പ്രഭാവം ഉണ്ടാവും. ചിലർ പറയുമല്ലോ, എന്തോ ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെയോ ചിന്തയായിരിക്കും, ഞാൻ ഉപ്പിട്ടിനോ ഇല്ല, പിന്നെ രണ്ടാമത് കൊണ്ടുപോയി ഉപ്പിട്ടു. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എന്താ കറിയല്ല, എന്താ ഇത്? നമുക്ക് കർമ്മത്തിൽ കോൺസെൻട്രേഷൻ വേണം, എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ വേണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം നമുക്ക് അതാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ആ ശ്രദ്ധ, ഒരു ഏകാഗ്രത നമുക്ക് എല്ലാ കർമ്മത്തിനും വേണം. അല്ലെങ്കിൽ ഏത് കാര്യം, ഇത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ കർമ്മത്തിൽ കുശലത, അതിലാണ് നമ്മൾ പെർഫെക്റ്റ്നെസ്. നമ്മൾ ചെയ്യുന്ന കർമ്മം വളരെ നന്നായിരിക്കണം. ആർക്കോ വേണ്ടിയിട്ട് പറയല്ലോ, അത് ചെയ്തു ചെയ്തു കഴിഞ്ഞു, എന്ത് ചെയ്തു കഴിഞ്ഞു, അവിടെ നിന്ന് മറ്റൊരു വൃത്തിയാക്കുന്ന രണ്ട് വരയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു, അടിച്ചു കഴിഞ്ഞു, എന്തടിച്ചു കഴിഞ്ഞു, പകുതി ഇലകൾ അവിടെ തന്നെ ഉണ്ടാവും. ഇതിനൊന്നും നമ്മുടെ ഈശ്വരൻ നമുക്കിതിലൊന്നും പ്രാപ്തി തരൂല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നോക്കുക. ഈ കുട്ടി എത്തരത്തിലാണ് ഈ കർമ്മം ചെയ്യുന്നത്, അതിലാണ് നമുക്ക് പ്രാപ്തികളുള്ളത്. ഇങ്ങനെ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിനും കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ രാജയോഗത്തിലൂടെയാണ് നമ്മൾക്ക് നമ്മുടെ കർമ്മത്തിൽ നമ്മൾക്കൊരു പെർഫെക്റ്റ്നെസ്. നമ്മൾ നോളേജ് കിട്ടുന്നതിന് മുമ്പും കിട്ടിയതിന് ശേഷവും നമുക്ക് തോന്നും ഇത് പോരാ, വൃത്തി പോരാ, കുറച്ചും കൂടി വൃത്തിയാവണം. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോന്നാൻ തുടങ്ങും. മുമ്പ് നമുക്ക് അത്ര നീറ്റ് ഇല്ലെങ്കിൽ കൂടി നമ്മൾ പറയും, അപ്പോഴും നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്തില്ല. അല്ലല്ല, ഇപ്പം അത് പറ്റൂല, കുറച്ചും കൂടി നീറ്റ്നെസ്. നമ്മൾ പറയല്ല, ക്ലീൻനെസ് ഈസ് നെക്സ്റ്റ് ടു സ്വച്ഛത. ഈശ്വരനോട് അടുക്കാനാണ് നമ്മൾക്ക്. നമ്മൾ എത്രത്തോളം ആ നീറ്റ്നെസ്സിൽ വരുന്നു അത്രത്തോളം നമ്മൾ ഭഗവാനോട് അടുക്കുകയാണ് ചെയ്യുന്നത്. അതും നോക്ക്, നമ്മുടെ വൃത്തി എത്രയാണ്, എല്ലാം നമ്മുടെ A to Z ഭഗവാൻ എല്ലാം നോക്കുന്നുണ്ട്. നമ്മുടെ കർമ്മം എങ്ങനെയാണ്, ഇവരുടെ മനസ്സിൻ്റെ സ്ഥിതി എന്താണ്, ഇവരുടെ പെരുമാറ്റം എന്താണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് ഫൈനൽ എക്സാമിനേഷൻ മാർക്ക് ഇടുക. നമ്മൾ സ്കൂൾ ടീച്ചേഴ്സ് കാണുന്നല്ലേ, കോണ്ടക്ട് ബാഡ് എന്ന് ഇട്ടാലോ, അവിടെ കോണ്ടക്ട് ബാഡ്, എല്ലാം മാർക്കെല്ലാം നല്ലോണം ഉണ്ട്, കോണ്ടക്ട് ബാഡാണ്, കൊടുക്കണ്ട, TC കൊടുക്കണ്ടെന്ന് പറയും. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി കംപ്ലൈൻറ്റ്, എന്നാലും കൊടുക്കണ്ട. അപ്പം അതുപോലെ നമ്മുടെ ഇവിടെ ഓരോ കാര്യത്തിലും നമ്മൾ വളരെ എല്ലാം കാണുന്ന ഒരാളുണ്ടെന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. നമ്മളിവിടെ ആരും കാണുന്നില്ല, നമ്മളെന്ത് ചെയ്താൽ എന്താ, അതല്ല, നമ്മുടെ കർമ്മം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം നമ്മൾക്ക് ഈശ്വരനോടുള്ള ആ കണക്ഷനിലാണ് നമ്മൾക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ക്വാളിറ്റീസും അതെല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ നമ്മുടെ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബുദ്ധിയിൽ നമുക്ക് തുടങ്ങും. ദൈവിക ബുദ്ധിയാണ് വരുന്നത്. ഇതുവരെ ആസുരീയ ബുദ്ധിയായിരുന്നു. നമ്മളിത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിങ്ങനെ പാടില്ല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പോരാ, അതെല്ലാം നമുക്ക് വരുന്നതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ഈ നോളജിലൂടെയാണ് നമുക്ക് കുറേ അറിവുകൾ നൽകുന്നത്. എല്ലാവരും വരുന്നതിന് മുമ്പ് ഇതൊന്നും അറിയാതെ ആയിരിക്കും വരുന്നത്. വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് എന്ത് വേണ്ടത്, മാറ്റങ്ങൾ നമ്മളാണ് കൊണ്ടുവരേണ്ടത്. അത് ഓരോരുത്തരും ശരിക്കുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഈശ്വരനോടുള്ള സ്നേഹം, നമ്മൾ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് പറയല്ലോ, അച്ഛൻ പറഞ്ഞു തന്നെ കേൾക്കണം, അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്നേഹമുള്ള കുട്ടിയാണെങ്കിലോ അച്ഛൻ പറയുന്ന അതുപോലെ അനുസരിക്കും, അല്ലാത്ത കുട്ടിയാണെങ്കിലോ ഒന്നും അനുസരിക്കൂല. പോട്ടെ, അച്ഛനെന്തോ പറഞ്ഞോട്ടെ, ഞാനൊന്നും അത് കേൾക്കാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, ഭഗവാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. പിന്നീട് നമ്മൾ മൂന്നാമത്തെ കാര്യം എന്താണ്, ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കി
നമ്മൾ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കി. എല്ലാവർക്കും മുകളിലുള്ള ഒരു പവർ, ഭഗവാന്റെ പേരാണ് ശിവൻ. ശിവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മംഗളകാരി, ശുഭകാരി, കല്യാണകാരി. സദാശിവൻ. സദാ വിഷ്ണു എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരിക്കലും സദാ വിഷ്ണു എന്ന് പറയില്ല, സദാശിവൻ. സദാ മംഗളം ചെയ്യുന്നവനാണ് ശിവൻ. അവരും രൂപത്തിൽ ബിന്ദുവാണ്, നമ്മളെ പോലെ പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്, പക്ഷേ സാഗരമാണ്, ഗുണങ്ങളുടെയും പ്രകാശ അല്ല സാഗരമാണ്. അതാണ് ഭഗവാന്റെ ഒരു വ്യത്യാസം. നമ്മളൊരു ചെറിയ തുള്ളിയാണെങ്കിൽ ഭഗവാൻ സാഗരമാണ്. അപ്പം ഭഗവാന്റെ പരിചയം നമുക്ക് കിട്ടി. നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മൾ കുറച്ച് മാത്രമേ എല്ലാവർക്കും മനസ്സിലാക്കി തരുന്നു, അത്രയുള്ള ടൈമുള്ളൂ. ഇനി നമ്മൾ മൂന്നാമത് എന്താണ് വേണ്ടത്? പെർമനന്റ് അഡ്രസ്, നമ്മുടെ സ്ഥിരം മേൽവിലാസം. ഇവിടെ സ്ഥിരമാണോ? അല്ല, അതെല്ലാവർക്കും അറിയാം. ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മളെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങണം. ഇതെന്താണ്? ഡ്രാമ സ്റ്റേജാണ്, നാടകം അഭിനയിക്കുന്ന അരങ്ങാണ്. നമ്മുടെ പാർട്ട് തുടങ്ങി, ഇവിടെ നമ്മുടെ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. റിട്ടേൺ ജേർണിയുടെ സമയമാകുമ്പോൾ എല്ലാവരും തിരിച്ചു പോകണം. പക്ഷെ വഴി അറിയില്ല, വീട്ടിലേക്ക് കൊണ്ട വഴി മറന്നുപോയി, അച്ഛനെയും മറന്നുപോയി. കുറേ കാലമായി വീട്ടിൽ നിന്ന് വന്നിച്ച് നാട് വിട്ട് വന്നു. നാട് വിട്ട് വന്നാൽ പിന്നെ കുറേ കഴിയുമ്പോൾ എല്ലാം മറന്നുപോയല്ലോ. അപ്പം നമ്മൾ മറന്നാലും അച്ഛൻ മറക്കോ? നമ്മൾ അച്ഛൻ മറക്കൂല. അച്ഛനൊരു ഉത്തരവാദിത്വം ഉണ്ട്. എന്താണ്? എൻ്റെ കുട്ടികളെ നന്നാക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്. അതുകൊണ്ട് എന്തായി? ഈശ്വരന്റെ സൃഷ്ടിയിലേക്ക് വരേണ്ടി വന്നു. വരാണ്ട് നിവർത്തിയില്ല. അവിടെ ഇരുന്നിട്ട് എന്ത് പറഞ്ഞാലും കുട്ടികൾ കേൾക്കുന്ന കുട്ടികളല്ല. സിഗ്നലൊന്നും തന്നാലൊന്നും മനസ്സിലാവില്ല. ഇവിടത്തേക്ക് തന്നെ വരേണ്ടി വന്നു. ഭഗവാൻ നമ്മുടെ ഗീതയിലുണ്ടല്ലോ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എപ്പോഴൊക്കെ ഈ ഭാരതത്തിൽ ധർമ്മം ക്ഷയിക്കുന്നുവോ അപ്പോൾ ഞാൻ അവതരിക്കും. ആ വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടി ഈശ്വരന്റെ സൃഷ്ടിയിലേക്ക് വരേണ്ടി വന്നു. വരാണ്ട് നിവർത്തിയില്ല. എന്നിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോകണമല്ലോ. പക്ഷെ അഴുക്ക് പിടിച്ചുപോയി, എല്ലാ ആത്മാക്കളും കറുത്തുപോയി. ഈ അഴുക്കോട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? വരുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടാണ്, ശുദ്ധമായിട്ടാണ് വന്നത്, കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ അങ്ങനെ തന്നെ വേണമല്ലോ. അപ്പൊ അതിലേക്കുള്ള പഠിപ്പാണ് ഈശ്വരൻ നമ്മളെ ദിവസവും പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ആത്മാവിന്റെ പരിഷ്കരണം, ആത്മശുദ്ധീകരണം, എങ്ങനെ നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കാം. അപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ അമ്മയെല്ലാം തുടച്ച് വൃത്തിയാക്കി, കുട്ടി ചളിയും കാലോടെ എൻ്റെ ഉള്ളിൽ കടന്നാൽ അമ്മ എന്താ പറയല്? ശരിക്കും സ്കൂളിൽ പോകുമ്പോൾ നല്ല വൃത്തി പറഞ്ഞേച്ചു, വരുമ്പോഴേക്കോ ചളിയും എല്ലാം കൊടുത്ത് അമ്മ എന്താ പറയും? നല്ല 2 അടി കൊടുക്കൂല അമ്മ. ഈ ഇത്ര വൃത്തിയിൽ തുടച്ച നിലയിൽ എന്താക്കി? കുട്ടി പറഞ്ഞ കേൾക്കുകയില്ല. അപ്പോഴാണ് അമ്മ അടി കൊടുക്കുക. അമ്മ കുറെ പറയും, കാലെല്ലാം കഴുകിയിട്ട് കയറിയാൽ മതി, കഴുകിയിട്ട്. പക്ഷെ ഇത് അനുസരിക്കാത്ത കുട്ടിക്ക് 2 അടി കൊടുക്കും. അതേപോലെ നമ്മൾക്ക് 2 തരത്തിൽ ശുദ്ധമാകാം നമ്മുടെ ആത്മാവിനെ. ഒന്നിക്കൽ ത്രൂ നോളേജ്, അല്ലെങ്കിൽ ത്രൂ പണിഷ്മെന്റ്. ഒന്നിക്കൽ ശിക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ ശിക്ഷയിലൂടെ. ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ശുദ്ധമാകാതെ നമ്മൾ മടക്കയാത്ര, റിട്ടേൺ ജേർണി ആവില്ല. നമ്മുടെ വീട്ടിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ശുദ്ധമാകണം. അതിലേക്കുള്ള നമ്മൾ ശിക്ഷ അനുഭവിച്ചാൽ എന്താണ്? തോറ്റൻ കുട്ടീനെ പോലെയാണ്, തല താഴ്ത്തി പോകേണ്ടി വരും. തോറ്റ കുട്ടികൾ അങ്ങനെയല്ലേ? എന്താ മാർക്കൊന്നുമില്ല, തോറ്റു, ഇപ്പൊ തല താഴ്ത്തൂല എന്നാ പറയുന്നല്ല. ഇപ്പൊ തല താഴ്ത്തുന്നില്ല, നല്ല സന്തോഷം. തോക്കുന്നില്ല. അതെ. ഇപ്പൊ എന്താണ് ടീച്ചർ എന്താ പാസ് എന്താ പറയുന്നത്? ഇപ്പൊ തോക്കുന്നില്ല ആരും. എല്ലാവർക്കും എല്ലാം പാസ്സാണ്, 100% പാസ്. അത് കൊടുത്താൽ പക്ഷെ അപ്പം നമ്മളതാണ്, നമുക്ക് ശിക്ഷയോടെയല്ല നമ്മൾ കൊണ്ടത്, തല ഉയർത്തി പോകണം. നമ്മൾ ഈശ്വരൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പം അതിലേക്കുള്ള പഠിപ്പ് ദിവസവും നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇതെല്ലാം പഠിപ്പിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അടുത്തുള്ളവർക്കെല്ലാം സൗകര്യം. നമ്മുടെ ടീച്ചറെ വീട്ടിൽ, നമ്മളെ ടീച്ചറെ വീട്ടിൽ നിങ്ങൾക്ക് അടുത്താണ്, ദൂരം വരണ്ട. ഇവിടെ പോയാൽ തന്നെ ടീച്ചർ നിങ്ങൾക്ക് ഇതിൻ്റെ പാഠങ്ങളെല്ലാം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഒരു ദിവസം. ആ പാഠങ്ങൾ പഠിച്ച് നമ്മൾ ഇനി തളിപ്പറമ്പിൽ വരികയാണെങ്കിൽ നമ്മൾ ജ്ഞാനദീപം രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. നമ്മുടെ ഭായിയെല്ലാം വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ
ബ്രദറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവിടെ സ്ഥാപനത്തിൽ ഇതിനിടയ്ക്ക്. അപ്പോൾ അവിടെ വന്നാലും നമ്മൾ ഈ ക്ലാസ് ശരിക്കും കൊടുക്കും. ഇനി അങ്ങ് വരാൻ സൗകര്യമില്ലാത്തവരാണെങ്കിൽ ടീച്ചറെ വീട്ടിലേക്ക് പോയാലും ടീച്ചർ സ്ഥലം നിങ്ങൾക്ക് സൗകര്യം നോക്കിയിട്ട് അവർ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കോഴ്സ് എല്ലാം ഫ്രീ കോഴ്സാണ്, ഫീസ് ഇല്ലാത്ത കോഴ്സാണ്. ആക്ച്വലി ഈശ്വരൻ്റെ പ്രസാദമാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രസാദത്തിന് നമ്മൾ വില പറയുന്നുണ്ട്. പ്രസാദമായിട്ടാണ് നമ്മൾ ഭഗവാന്റെ പ്രസാദമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. അതാണ് എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുവോ അത്രത്തോളം മാത്രമേ നമുക്ക് എപ്പോഴും പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഈ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ള വീട്ടിൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ടില്ല. ശരിക്കും എല്ലാത്തിനും മുകളിലാണ്. ബ്രഹ്മാണ്ടം എന്ന് കേട്ടിട്ടില്ല എല്ലാവരും? ബ്രഹ്മാണ്ടം 5 തത്വങ്ങൾ കൊണ്ടേക്കാണ് ഈ ഭൂമി. അതിന് 6ാമത്തെ മഹാതത്വമാണ് നമ്മുടെ ബ്രഹ്മാണ്ടം. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ വീട്. നമ്മുടെ അച്ഛനും മക്കളും എല്ലാം അവിടെയായിരുന്നു, സ്വന്തം വീട്ടിലായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ ഡ്രാമ സ്റ്റേജിലേക്ക് പാർട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നത്. പക്ഷെ ഡ്രാമയിൽ എല്ലാവരും ഒരുമിച്ച് വരുമോ? ഇല്ല. ഓരോരുത്തരുടെ പാർട്ട് അനുസരിച്ചാണ് വരുന്നത്. ചിലർ പറയും എൻ്റെ രംഗം ആയിട്ടില്ല, അടുത്ത രംഗത്തിന് എനിക്ക് പോകട്ടും. പക്ഷെ എന്താണ്, എല്ലാവരും ഒരു പാർട്ട് കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകാൻ പറ്റൂല. ഞാൻ വേഗം പോയിട്ട് വീട്ടിലേക്ക് പോയിട്ട് വരാം. എല്ലാവരും റിട്ടേൺ ജേർണി ഒരുമിച്ച് മാത്രമാണ്. അവസാനം എല്ലാവരും ഹോൾസെയിൽ ഈ വിഷത്തിനെല്ലാം നശിച്ചു പോയി എല്ലാ ആത്മാക്കളും ഒന്നിച്ച് തിരിച്ചു പോകും. ചില ഈ ഡ്രാമ ഇങ്ങനെ കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യം. ആത്മാക്കളെല്ലാം നശിക്കുന്നില്ലല്ലോ, ശരീരം മാത്രമാണല്ലോ വിനാശി. ആത്മാക്കളെല്ലാം തിരിച്ചു പോയി വീണ്ടും ഈ ഡ്രാമ സ്റ്റേജിലേക്ക് പാർട്ട് അഭിനയിക്കാൻ വേണ്ടി ഈ ഒരു ചക്രം, കാലചക്രമാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. സുഖദുഃഖത്തിൻ്റെ ഒരു പാർട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കഥ പറഞ്ഞിട്ട് ഏകദേശം എല്ലാവർക്കും ഭക്ഷണത്തിൻ്റെ ടൈമായും തോന്നുന്നുണ്ട്, എല്ലാവരും തിരക്ക് കൂട്ടുന്നുണ്ട്. ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു മെഡിറ്റേഷൻ, 2-3 മിനിറ്റ് മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് നിർത്താം. കഥ പറഞ്ഞതിന് ശേഷം മെഡിറ്റേഷൻ ആയിക്കോട്ടെ. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ ഈ നോളജിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഇതിന് സാധാരണ വിലയല്ല. ഇത് തരുന്ന ഈ ജ്ഞാനബിന്ദുക്കൾ ഉണ്ടല്ലോ, ലക്ഷം രൂപയുടെ വില മതിക്കാൻ പറ്റാത്ത നോളജാണ് ഭഗവാൻ നമുക്ക് തരുന്ന ഈ നോളജിൻ്റെ വില മതിക്കാൻ പറ്റൂല. ഒരു ചെറിയ കഥയിലൂടെ ഞാൻ വ്യക്തമാക്കാം എന്താണ് ഈ നോളജിൻ്റെ വാല്യൂ എന്ന്. നമ്മൾ സാധാരണ മൈസൂർ ദസറ കേട്ടിട്ടുണ്ടോ എല്ലാവരും? മൈസൂർ ദസറ കണ്ടവരുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ട് മൈസൂർ ദസറ? അത് ഭയങ്കര വിശേഷമായിട്ടുള്ളതാണ് മൈസൂർ ദസറ. അതിനെന്ത് ചെയ്യും, ആൾക്കാരെല്ലാം പല നാട്ടിലെ രാജാക്കന്മാരെയും എല്ലാം ക്ഷണിക്കും. അവിടെ ഈ മൈസൂർ ദസറ അയൽ രാജ്യക്കാരെല്ലാം ക്ഷണിക്കും. അങ്ങനെ എല്ലാവരും കൂടി ഒരു വലിയ പ്രൊസഷൻ ആയിപ്പോകും. നമ്മുടെ ആനേനെല്ലാം, നമ്മുടെ കേരളത്തിൽ നിന്ന് ആനയെല്ലാം കൊണ്ടുവരും മൈസൂർ ദസറക്ക്. അത്രക്ക് വിശേഷപ്പെട്ടതാണ് ഈ മൈസൂർ ദസറ. അപ്പം പറയാലോ എത്രയോ ഫോറിനേഴ്സ് വരും, എല്ലാവരും ഇത് കാണാൻ വരുന്നവരാണ്. അങ്ങനെ ഒരു ജാഥയിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ രാജാവും മന്ത്രിയും എല്ലാം ഇങ്ങനെ പോകുമ്പോൾ ആരും ഇങ്ങനെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്, ഏതെടുത്താലും 1,00,000 രൂപ, ഏതെടുത്താലും 1,00,000 രൂപ ആണ്. അപ്പൊ ഈ ഇങ്ങനെ കേട്ടപ്പോൾ ഈ രാജാവിന്റെ കാതിൽ ഇതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ്, ഏതെടുത്താൽ 1,00,000 രൂപ, ഏതെടുത്താൽ 1,00,000 രൂപ എന്ന് നോക്കിയപ്പോൾ മന്ത്രിയോട് പറഞ്ഞു, ഒന്ന് പോയി നോക്കി വാ, എന്താണ് ഇത് കാര്യം. അപ്പൊ മന്ത്രി എന്ത് ചെയ്തു? മന്ത്രിക്ക് വലിയ അഹങ്കാരമായിരുന്നു. മന്ത്രി അവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ ലേലം പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ഇത് കാര്യം? അപ്പൊ പറഞ്ഞു, ഏത് വാക്യം എടുത്താലും 1,00,000 രൂപ, വാക്യത്തിനാണ് വില. അപ്പൊ ആർക്കാ വേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ രാജാവിനാണ് വേണ്ടത്. എന്നാൽ രാജാവിനെയും കൂട്ടിയിട്ട് വാ. അപ്പൊ രാജാവ് വന്ന് വാക്യം തിരഞ്ഞെടുത്തു. എന്താണ് തിരഞ്ഞെടുത്തത്? ഏത് കാര്യവും ചെയ്യുന്നതിന് മുമ്പും പിമ്പും ആലോചിക്കുക. ആകെ പീച്ചെ സോച്ച് സമച്ച് കർക്കരോ, മുമ്പും പിമ്പും ആലോചിക്കാണ്ട് ഒരു കാര്യം. അതാണ് ഈ വാക്യമാണ് ആര് തിരഞ്ഞെടുത്തത്? ഈ രാജാവ്. അപ്പൊ 1,00,000 രൂപ കൊടുക്കാൻ പറഞ്ഞു ആരോട്? മന്ത്രിയോട്. ഖജനാവെന്ന് മന്ത്രിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മന്ത്രി, ഈ രാജാവിന് ബുദ്ധിയുണ്ടോ? ആരെങ്കിലും ഈ ഒരു വാക്യം 1,00,000 രൂപ കൊടുത്ത് വാങ്ങുമോ? എന്താ ഈ രാജാവ് വെറും വിദ്യയല്ലേ എന്ന് ആരും മന്ത്രിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇങ്ങനെ രാജാവ് പറഞ്ഞ അനുസരിക്കണമല്ലോ. അങ്ങ് പോയി എന്തായി, രാജാവ് എന്ത് ചെയ്തു? കൊട്ടാരത്തിൽ മുഴുവനും
ഈ വാക്യങ്ങൾ തന്നെ എല്ലാ സ്ഥലത്തും എവിടെ നോക്കിയാൽ ഈ വാക്യം കാണുള്ളൂ. ഏത് കാര്യവും ചെയ്യുന്നതിന് മുമ്പും പിമ്പും ആലോചിച്ച് ചെയ്യുക. അപ്പോൾ അവരുടെ കൊട്ടാരത്തിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ എല്ലാ റൂമിലും ഈ വാക്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴും ഈ രാജാവിനെ ഈ തുടക്ക് വലിയൊരു കുരു വന്നിട്ടാകുമ്പം ഈ മന്ത്രി എന്ത് ചെയ്തു, ഒരു വൈദ്യരെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ രാജാവിൻ്റെ കുരു ഒരു വിഷക്കത്തി ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ രാജാവിനെ കൊന്നാല് നിങ്ങൾക്ക് മന്ത്രിയും ആവാം, എനക്ക് രാജാവും ആവാം. ആരോട്? വൈദ്യരോട് പറഞ്ഞു. അപ്പോൾ വൈദ്യർ സമ്മതിച്ചു, ആയിക്കോട്ടെ. വൈദ്യർക്ക് നല്ല സന്തോഷമായി, ഞാൻ മന്ത്രിയായി എഴുതി രാജാവും ആവുമല്ലോ. അപ്പോൾ എല്ലാം വിഷക്കത്തിൻ്റെ എല്ലാ തയ്യാറെടുപ്പെല്ലാം എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഈ വിഷക്കത്തി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി. അപ്പോൾ രാജാവിന് ഈ കാര്യമൊന്നും അറിയില്ല. അവർ വന്ന് ഇതെടുക്കുമ്പോൾ മെല്ലന ഈ വൈദ്യർ മുകളിലോട്ട് നോക്കി, ചുമരിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും പിമ്പും ആലോചിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു, അന്നേരം അതേ വാക്യം തന്നെയാണ്. ഇങ്ങോട്ട് നോക്കി, അപ്പോഴാകെ ഈ വൈദ്യർക്ക് ചിന്തിക്കാൻ തുടങ്ങി. വൈദ്യർ എന്നൊരു ചിന്തിച്ചെന്താണ്, ഇന്നിപ്പം ഈ ഒരു മന്ത്രി പറഞ്ഞു രാജാവിനെ കൊന്നാൽ നിങ്ങൾക്ക് മന്ത്രിയാവാൻ, എനിക്ക് രാജാവ്, നാളെ എന്നെ കൊന്നുകൂടാനുണ്ടോ? അത് വൈദ്യർ അതാണ് ഏത് കാര്യവും ചെയ്യുന്നതിന് മുമ്പും പിമ്പും ആലോചിച്ച് ചെയ്യുക എന്ന് പറഞ്ഞല്ല. അപ്പൊ ഈ വൈദ്യര് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴെന്താണ് വൈദ്യർക്ക് വല്ലാണ്ട് വിഷമം തോന്നി. ചിന്തിച്ചപ്പോൾ ഉള്ളിൽ കുറ്റബോധം തുടങ്ങി, കൈ വറക്കാൻ തുടങ്ങി. വിഷക്കത്തി കയ്യിൽ എടുത്തതാണ്, കത്തി എടുത്തെടുത്ത് കത്തി താഴെ വീണുപോയി. ആരുടെ കയ്യിൽ നിന്ന്? വൈദ്യരുടെ കയ്യിൽ നിന്ന്. പക്ഷെ രാജാവിന്റെ കാലിൽ വീണു. അപ്പൊ രാജാവിന് ഒന്നും മനസ്സിലാകുന്നില്ല, ഇതെന്താ നിങ്ങൾ എന്തിനാണ് എന്റെ കാൽക്കൽ വീണു? അപ്പൊ ഈ വൈദ്യർ എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ആരോട്? രാജാവിനോട്. ഉടനെ മന്ത്രിനെ വിളിച്ചിങ്ങോട്ട് വാ, ഇപ്പൊ മനസ്സിലായോ ഈ വാക്യത്തിന്റെ വില? നിങ്ങളന്ന് 1,00,000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇപ്പൊ എന്റെ ജീവൻ രക്ഷിച്ചത് ഏതാണ്? ഈ ഒറ്റൊരു വാക്യാണ്. അതേപോലെയാണ് ഭഗവാന്റെ മഹാവാക്യം. ആ ഒറ്റൊരു വാക്യം നമ്മുടെ ജീവിതത്തെ എത്രയോ മാറ്റിയെടുക്കുന്നതാണ്. അതിന്റെ വാല്യൂ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എത്രയോ ആത്മഹത്യക്ക് വരെ ശ്രമിക്കുന്നവരാണ് ഈശ്വരന്റെ ഒരു വാക്യം കേട്ടിട്ടാണ് അവരുടെ ജീവിതത്തിൽ തന്നെ കുറേയധികം മാറ്റങ്ങൾ വരിക. അപ്പൊ അതാണ് ആ ഭഗവാന്റെ മഹാവാക്യത്തിന് അത്രയും വാല്യൂ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എത്ര വില കൊടുത്താലും നമ്മൾക്ക് കിട്ടൂല. അത് ലക്ഷമൊന്നും അല്ല, അതിലും വിലയുള്ളതാണ് ഭഗവാന്റെ മഹാവാക്യം. അപ്പോൾ നമ്മൾ ദിവസവും ഭഗവാന്റെ മഹാവാക്യങ്ങളാണ് കേൾക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണോ, അതെല്ലാം നമ്മൾ ഈ മഹാവാക്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള എല്ലാ സന്തോഷവും സുഖവും എല്ലാം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ നോളജ് നന്നായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഞാനൊരു രാജയോഗത്തിൻ്റെ ഒരു പ്രാക്ടീസ്, ഒരു 3 മിനിറ്റ്. യോഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താണ്, ഇത് ഫിസിക്കൽ അല്ല, ഇത് മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. അപ്പം എല്ലാവരും ഇതൊരു സയൻസും കൂടിയാണ്. രാജയോഗം ഒരു മരുന്നും കൂടിയാണ്, മെഡിസിനും കൂടിയാണ് ഇത് വാസ്തവത്തിൽ. അപ്പം നമ്മളെല്ലാവരും നിവർന്നാണ് ഇരിക്കേണ്ടത്. നമ്മുടെ ബാക്ക് ബോൺ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മൾ കൂങ്ങിയിട്ടൊന്നും ഇരുന്നാൽ ശരിയാവില്ല, നമ്മളെപ്പോഴും നിവർന്നിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഒരാളുമായിട്ട് കണക്ട് ചെയ്യൽ എങ്ങനെയാണ്? ഒന്നുകിൽ ശബ്ദ തരംഗങ്ങളിലൂടെ, അല്ലെങ്കിൽ ലൈറ്റ് എനർജി, അല്ലെങ്കിൽ സൗണ്ട് എനർജി. ഇവിടെ നമുക്ക് തോട്ട് എനർജിയാണ്, സങ്കല്പ ശക്തിയിലൂടെയാണ് നമ്മൾ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ. ഇതാണ് ഏറ്റവും ഫാസ്റ്റ്. റോക്കറ്റിനേക്കാളും സ്പീഡാണ് നമ്മുടെ ആത്മാവിന്. മനസ്സത്ര പെട്ടെന്നല്ലേ പോകുന്നത്. എവിടെ വേണമെങ്കിലും 1 സെക്കൻഡ് വേണോ? വിദേശത്ത് പരിചയപ്പെടുത്ത അവിടെ 1 സെക്കൻഡ് കൊണ്ട് നമ്മൾ എത്തിയല്ലോ. സമയമുണ്ടോ? ഇനി നിങ്ങൾ വീട്ടിലാണ് വന്ന് ഇവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട് എല്ലാവരും വീട്. 1 സെക്കൻഡ് വേണോ? എല്ലാവരും മുമ്പിൽ വന്നോ? വീട് വന്നോ? നിങ്ങളുടെ സ്വന്തം വീട്, ഇവിടെ താമസിക്കുന്ന വീട് വന്നിട്ടില്ലേ? കാണുന്നില്ലേ? ഇവിടെ ഇരുന്നുകൊണ്ട് കാണുന്നില്ലേ? നമ്മുടെ മനസ്സും ബുദ്ധിയും ഉടനെ അങ്ങോട്ട് പോയല്ലോ. അപ്പം അതേപോലെ ഇവിടെ തോട്ട് എനർജിയാണ്, സങ്കല്പ ശക്തിയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇതിൽ യോഗത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ചിന്തനം, പിന്നൊന്ന്
ദർശനം, പിന്നീട് അനുഭൂതി. ആദ്യം ചിന്തിക്കുക, പിന്നെ ദർശിക്കുക, പിന്നീട് അതിൻ്റെ അനുഭവം ചെയ്യുക. അതാണ്. അപ്പം നമ്മൾ ഏത് കാര്യത്തിൽ ഈ മൂന്ന് ഇത് വേണം. അപ്പം നമ്മൾ സങ്കല്പങ്ങളാണ് ഇവിടെ, തോട്ട് എനർജിയാണ്. സങ്കല്പത്തിലൂടെയാണ് നമ്മുടെ മനസ്സിൻ്റെ അഗാധ ഡീപ്നെസ്സിലേക്ക് പോവുക, ഉള്ളിലേക്കൊന്ന് ചെല്ലുക. സ്വയം നമ്മൾ ചോദിക്കുക, ഞാൻ ആരാണ്? നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾക്ക് ഉത്തരം കിട്ടി, എന്താണ്? ഞാനൊരു ആത്മാവാകുന്നു. അടുത്ത ചോദ്യം നമ്മളോട് തന്നെ, ആത്മാവിൻ്റെ രൂപം എന്താണ്? അതും എല്ലാവർക്കും അറിയാം, അതൊരു പ്രകാശ ബിന്ദുവാണ്. മൂന്നാമത്തെ ചോദ്യം, എൻ്റെ ആത്മാവിൻ്റെ സ്ഥാനം എവിടെയാണ്? രണ്ട് പുരുകത്തിൻ്റെയും മധ്യത. അപ്പം ഞാൻ ഒരു ആത്മാവെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ചിന്തിച്ചു, അതിനെ ദർശിക്കണമല്ലോ. കണ്ടു, എൻ്റെ ഭ്രൂമധ്യത്തിൽ ഒരു ആത്മജ്യോതി പ്രകാശിക്കുകയാണ്. നക്ഷത്രം പോലെ തിളങ്ങുന്ന ഒരു പ്രകാശ ബിന്ദുവാണ് ഞാൻ ആത്മാവ്. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കമൻട്രി ഇട്ടിട്ട് പറയും. ഞാനിത് കാര്യങ്ങൾ പറഞ്ഞു തരാണ്, നമ്മൾ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത്. ചിന്തിച്ചു, ദർശിച്ചു, പിന്നെ അതിൻ്റെ അനുഭൂതി. അപ്പം നമ്മൾ ഈ ഒരു ഊർജമാണ് ഞാൻ, ഒരു ചൈതന്യ ശക്തിയാണ് ഞാൻ എന്നുള്ളൊരു ഇത്. ഈ ദേഹബോധത്തിൽ നിന്ന് നമ്മൾ ആത്മബോധത്തിലേക്ക് വരിക. ഇതുവരെ നമ്മൾ ഈ ശരീരം തന്നെ നമ്മളെന്ന് വിചാരിച്ചു, 2 കൈയും 2 കാലും ഇത് തന്നെയാണ് നമ്മളെന്ന് വിചാരിച്ചത്. പക്ഷെ നമുക്ക് ഇന്നും പുതിയ അറിവ് കിട്ടി. എന്താണ്? ഈ ശരീരത്തെ നടത്തിക്കുന്ന ഒരു ശക്തി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ ശക്തിയാണ് എല്ലാം റെക്കോർഡായിട്ടുള്ളത്. നമ്മുടെ എല്ലാ സംസ്കാരങ്ങളും എല്ലാം ഉള്ളത് ആത്മാവിലാണ്. നമ്മുടെ ക്വാളിറ്റീസും എല്ലാം അതിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ശരീരത്തിലല്ല. ശരീരത്തിലാണെങ്കിൽ നമ്മൾ ഗംഗയിൽ കുളിച്ചാൽ ശുദ്ധമാവണമല്ലോ. ശുദ്ധമാവുന്നുണ്ടോ? ഇത്ര പ്രാവശ്യം കുളിച്ചു ഗംഗയിൽ, എവിടെ ശുദ്ധമായിട്ടുള്ളത്? നമ്മൾ ആത്മാവിലാണ് ഈ അഴുക്ക് മുഴുവനും ഉള്ളത്. അപ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചിന്തനം, ദർശനം, അനുഭൂതി. നമ്മൾ നല്ല സൈലൻ്റായിട്ട് നമ്മുടെ ബാഹ്യമായ ചിന്തകൾ നല്ല വിട്ട് നമ്മളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുക. സ്വയം ചോദിക്കുക, നമ്മുടെ സങ്കല്പങ്ങളുടെ മാധ്യമത്തിലൂടെ നമ്മുടെ മനസ്സിൻ്റെ അഗാധതയിലേക്ക് പോവുക. സ്വയം ചോദിക്കുക, ഞാൻ ആരാണ്? ആത്മാവ് തൻ്റെ പരിചയം സ്വയം തന്നെ നൽകുന്നു. ഞാനൊരു ആത്മാവാകുന്നു. അതിസൂക്ഷ്മ ദിവ്യജ്യോതി പ്രകാശ സ്വരൂപമാകുന്നു. ഞാൻ ആത്മാവ് സത്യമാകുന്നു, ചൈതന്യമാകുന്നു. ഞാൻ ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാകുന്നു. ഈ ശരീരം എൻ്റെ ഒരു വസ്ത്രം മാത്രമാണ്. ഈ ശരീരമാകുന്ന വസ്ത്രം ധരിച്ച് സൃഷ്ടി നാടകവേദിയിൽ എൻ്റെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സ് ബുദ്ധി വഴി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആകാശം, സൂര്യചന്ദ്ര നക്ഷത്രങ്ങളും കടന്നു എൻ്റെ സ്വന്തം വീടായ ബ്രഹ്മാണ്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ദൂരെ നിന്നുകൊണ്ട് തന്നെ ഒരു ജ്യോതി ദർശിക്കുകയാണ്. ആ ജ്യോതി എന്നെ അടുത്ത് വിളിക്കുകയാണ്. ഞാൻ പതുക്കെ പതുക്കെ ആ ജ്യോതിയുടെ അടുത്തേക്ക് നീങ്ങുകയാണ്.
ആ ജ്യോതിയിൽ നിന്നും പ്രകാശകിരണങ്ങളും ശക്തികളും 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവ് ശാന്തസ്വരൂപിയാകുന്നു. ശാന്തിസാഗര പിതാവിൻ്റെ അഭിമുഖത്തിലിരുന്നിരിക്കുന്നു. ശാന്തിസാഗരിൽ നിന്ന് ശാന്തിയുടെ കിരണങ്ങൾ ഞാൻ ആത്മാവിൽ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ശാന്തി മാത്രം. മധുരമായ ശാന്തി. ഈ ശാന്തി എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ശാന്തിയുടെ കിരണങ്ങളെ ഞാൻ വിശ്വത്തിലേക്ക്, ഗ്ലോബിലേക്ക് മുഴുവനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശാന്തസ്വരൂപിയായ ആത്മാവ് ശാന്തിസാഗർ പിതാവിൻ്റെ അഭിമുഖത്തിലാണുള്ളത്. ഈ മധുരമായ ശാന്തി എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മധുരമായ ശാന്തിയോടൊപ്പം ഞാൻ ഈ സ്ഥൂല ലോകത്തിലേക്ക്, അഥവാ ഈ കർമ്മക്ഷേത്രത്തിലേക്ക് എൻ്റെ പാർട്ട് അഭിനയിക്കാൻ വേണ്ടി ഞാൻ യാത്ര തിരിക്കുകയാണ്. ഈ ശരീരത്തിലേക്ക് തന്നെ ഞാൻ പ്രവേശിക്കുകയാണ്. ഓം ശാന്തി, ശാന്തി, ശാന്തി. പ്രജാപിത ബ്രഹ്മകുമാരി വിശ്വവിദ്യാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അധ്യക്ഷ രാജയോഗിനി DK സൗമ്യ ദേവി അവർകളാണ്. അവർക്കും ശ്രീയറമ്പ് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അകൈരവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. അവരുടെ കൂടെ വന്ന സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം.